എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യണത്. ഞാൻ ഇന്നലെ ഇട്ടു. ഇന്ന് നല്ല ഗ്ലോ ഉണ്ടായിരുന്നു ഫേസിൽ. അപ്പോൾ ഈ ഫേസ് പാക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം നമുക്ക് നോക്കാമേ. അതിന് ആദ്യം വേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടി നമ്മൾ തരിയില്ലാത്ത അരിപ്പൊടി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ചെറിയ തരികളാണെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. അപ്പം ഇത് ഒരു മീഡിയം തരിയുള്ള അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ശേഷം നമ്മൾ ചേർക്കുന്ന മഞ്ചിഷ്ടയുടെ പൗഡറാണേ. ഇത് നമുക്ക് അങ്ങാടിക്കടയിൽ കിട്ടും കേട്ടോ. ഇല്ലെങ്കിൽ ഇത് വാങ്ങിയിട്ട് പൊടിച്ചും എടുക്കാം. അത് കുറച്ച് പാടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിയതാണ്. നല്ല പൗഡറാണ്. പിന്നീട് നമ്മൾ ചേർക്കണത് നമ്മുടെ ഈ കസ്തൂരി മഞ്ഞൾ പൗഡറാണ്. ഇത് വൈറ്റും ഉണ്ട്, നമ്മുടെ ഡാർക്ക് കളറില്ലേ മഞ്ഞ കളർ, അതുകൊണ്ടെന്നാണ് ആ കടയിലുള്ള ആൾ പറഞ്ഞത് കേട്ടോ. ഡാർക്ക് കളർ മഞ്ഞൾ എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത്. ശേഷം നമ്മൾ ആഡ് ചെയ്യുന്നത് തൈരാണ് കേട്ടോ. കുറച്ച് പൊടി പുറത്തോട്ട് പോയി അതങ്ങനെ കിടക്കണം. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് നമ്മുടെ ഫേസിലിടാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുള്ള ഫേസ് പാക്കാണ് കേട്ടോ. നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് പച്ചവെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കാരണം തൈര് കുറച്ച് കട്ടയായിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്യുക. നമ്മുടെ ഒരു മൈൽഡ് ക്ലെൻസറോ അങ്ങനെ എന്തെങ്കിലും ഇല്ല, നല്ല രീതിക്ക് ഡേർട്ടും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൈൽഡ് ആയിട്ടുള്ള എന്തെങ്കിലും പയർ പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാമെന്നാണ്. അല്ലെങ്കിൽ കടലമാവ് ഉപയോഗിക്കാം. ഞാനൊരു മൈൽഡ് ക്ലെൻസർ കൊണ്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ മേക്കപ്പ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡബിൾ ക്ലെൻസിങ് എന്തായാലും ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ ഇതും കൂടി ഇടുമ്പോഴത്തേക്കും ഭയങ്കര പ്രശ്നമാകും കേട്ടോ. സ്കിന്നിൽ അലർജിയും കാര്യങ്ങളും, സ്കിൻ ഇറിറ്റേറ്റ് ആവാനും, സ്കിന്നിൽ റാഷസ് വരാനും പിമ്പിൾസ് വരാനും എല്ലാം കാരണമാവും. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ടും ഡബിൾ ക്ലെൻസിങ് ചെയ്യണം. എന്നിട്ട് മാത്രമേ ഏത് ഫേസ് പാക്കും അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഏത് ഫേസ് പാക്ക് അപ്ലൈ ചെയ്താലും നമ്മൾ നെക്കിലും കൂടി അപ്ലൈ ചെയ്യണം. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഫേസിൽ ഇത് കുറച്ച് തരികളുള്ളതാണ്. നിങ്ങൾ സ്ക്രബൊന്നും കുറച്ച് നാളത്തേക്ക് മുന്നേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈൽഡായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ മാറി തരിയായിട്ട് നമ്മുടെ നെറ്റിയിലൊക്കെ കാണും. ചില ആൾക്കാർക്ക് മൂക്കിൻ്റെ സൈഡിലില്ലേ അവിടെ കാണും, എറൗണ്ട് ദ മൗത്ത് ഏരിയാസിൽ കാണും ഒരു തരിപ്പ് പോലെ, അതൊക്കെ പോകും കേട്ടോ. പിന്നെ ഏത് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യണേ മുന്നായിട്ട് ഒരു പാച്ച് ടെസ്റ്റ് നിങ്ങൾ എന്തായാലും ചെയ്തിരിക്കണം. പിന്നെ നിങ്ങൾക്ക് അലർജിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് ഉറപ്പാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇല്ല നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഇറിറ്റേറ്റഡ് ആണ്, സെൻസിറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ, പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ എന്തായാലും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നാണ് ഡാമേജ് ആവുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. പിന്നെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടി എനേബിൾ ചെയ്തേക്കുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. പിന്നെ കഴിഞ്ഞ വീഡിയോസ് കാണാത്തവർ എന്തായാലും കണ്ടു നോക്കും. യൂസ്ഫുള്ളായിട്ട് വീഡിയോസാണ് കേട്ടോ. ഹെയർ പാക്ക് വീഡിയോസൊക്കെയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ നമ്മളിതൊരു 10 മിനിറ്റൊക്കെ വെച്ചാൽ മതിയേ. പിന്നെ അധികം ഭയങ്കര ഇറുകുന്ന രീതിയിൽ ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് സ്കിന്നിൽ ഫൈൻ ലൈൻസ്, റിങ്കിൾസൊക്കെ വരും. ഞാനിതൊരു 10 മിനിറ്റേ വെക്കണുള്ളൂ. നമ്മൾ ഒത്തിരി നിങ്ങൾക്ക് ഉണങ്ങിപ്പോയി എന്ന് തോന്നണമെങ്കിൽ കുറച്ച് വെള്ളം എടുത്ത് ഡാബ് ചെയ്യുക, ഫേസിലൊക്കെ ഒന്ന് തളിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫേസിൽ കുറച്ചും കൂടി നനവ് ഉണ്ടായിരിക്കും. കുറച്ച് വെള്ളം എടുത്ത് സ്പ്രേ ചെയ്താലും മതി. അപ്പം ആ ഒരു ഇറുകുന്ന ഒരു രീതി വരത്തില്ല. എൻ്റെത് ഞാനൊരു 10 മിനിറ്റ് വെച്ചു. ഭയങ്കര ഇറുകുന്ന രീതിയൊന്നും ആയില്ല കേട്ടോ. ഫേസിലൊക്കെ നല്ലതായിട്ട് തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു മാസ്ക് ഇട്ട പോലെ തന്നെ നല്ല രീതിക്കാണ് നമ്മളിത് ചെയ്യണത്. പിന്നെ ഈ അരിപ്പൊടി എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ. ഫേസിലുള്ള നമ്മുടെ ഈ കൊറിയൻ ഫേസ് പാക്കിലൊക്കെ എല്ലാവരും പറയുന്ന അരിപ്പൊടിയാണ്. പക്ഷേ കൊറിയൻകാരുടെ അതേ ഒരു ഗ്ലോയൊന്നും നമുക്ക് കിട്ടത്തില്ല. പക്ഷേ എന്നാൽ കൂടിയും നമ്മുടെ ഫേസിൻ്റെ ഒരു സ്കിൻ ടോണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. 1-2 സ്കിൻ ടോൺസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ, നമ്മുടെ സ്കിൻസിലുള്ള ടാന് കുറയും. അതാണ് മെയിനായിട്ട്. നമ്മൾ കസ്തൂരി മഞ്ഞളൊക്കെ ആഡ് ചെയ്യുമ്പോൾ ടാൻ നന്നായിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന തൈരാണ്. തൈരും അടിപൊളിയായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് കേട്ടോ. തൈര് നമുക്ക് ഒരു മോയ്സ്ചറൈസ് ആയിട്ട് നമ്മുടെ ഫേസിലിരിക്കാനും മോയ്സ്ചർ ലോക്ക് ചെയ്യാനും നമ്മുടെ സ്കിന്നിലുള്ള ടാൻ മാറ്റാനും തൈരും ഈ അരിപ്പൊടിയുടെയും കോമ്പിനേഷൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ഞാനിതൊരു 10 മിനിറ്റേ വെച്ചുള്ളൂ കേട്ടോ. എന്നിട്ട് ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്തു. നല്ല റിസൾട്ടാണ്. പിന്നെ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ലവ് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.